ഹായ്, എൻ്റെ പേര് സിദ്ദീഖ് ഷാജഹാൻ. ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു. ഞാൻ BSc കെമിസ്ട്രി ഗ്രാജുവേറ്റാണ്. അതിനുശേഷമാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് വരുന്നത്. ഇപ്പം ഞാൻ ഹാരിസ്&കോയിൽ ക്രിയേറ്റീവ് സ്ട്രാറ്റജിസ്റ്റായിട്ട് ഇ-കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. പണ്ട് മുതൽ തന്നെ ഡീപ്പ് ഇൻസൈഡ് മൈ സെൽഫ് എൻ്റെ ഉള്ളിൽ ക്രിയേറ്റീവ് എന്നുള്ള വേർഡ് ഉണ്ടായിരുന്നു. അതായത് എന്ത് ചെയ്താലും ഉള്ളിൽ ഐ വാണ്ട് ടു ഡു സംതിങ് ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം, എന്ത് ചെയ്താലും ഔട്ട് ഓഫ് ദ ബോക്സ്, അങ്ങനൊരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷേ കൺവെൻഷനലായിട്ടുള്ള ഏതെങ്കിലും ഒരു ജോലിയിൽ എൻ്റെ ക്രിയേറ്റിവിറ്റി എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാം എന്നതിനെപ്പറ്റി മാത്രമായിരുന്നു ഞാൻ ആലോചിച്ചിരുന്നത്. പക്ഷേ അതിനെല്ലാം ഒരു ബൗണ്ടറി ഉണ്ടായിരുന്നു. ഒരു എക്സ്റ്റെൻറ്റ് വരെ മാത്രമേ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അതിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റൂ. അങ്ങനെ സെർച്ച് ചെയ്ത സമയത്താണ് ഹാരിസ്&കോയിലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാഡമിയിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ ജോയിൻ ചെയ്തപ്പോഴാണ് ഇതിലെ ക്രിയേറ്റിവിറ്റി ഏത് എക്സ്റ്റെൻറ്റ് വരെ, ബൗണ്ടറി ഇല്ലാതെ ഏത് എക്സ്റ്റെൻറ്റ് വരെ നമുക്ക് ക്രിയേറ്റിവിറ്റി ഇതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നെനിക്ക് മനസ്സിലായത്. സോ ഐ അണ്ടർസ്റ്റുഡ് ദെയർ ഈസ് എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ടു എക്സ്പ്ലോർ ദിസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേൾഡ് ഈച്ച് ആൻഡ് എവറി ഡേ. ഓരോ പുതിയ കാര്യങ്ങളാണ് ഞാൻ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്നതും. ഒരുപാട് ന്യൂ എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ വരുന്നുണ്ട്. ഓരോ ദിവസവും എനിക്ക് എഴുതി വെക്കാൻ പറ്റും, ഞാൻ ഇന്ന് പുതിയതായിട്ട് ഞാൻ ഇത് ചെയ്തു. ക്രിയേറ്റീവ് സ്ട്രാറ്റജിസ്റ്റ് എന്നൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ന്യൂ ഐഡിയാസ് നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതായത് ന്യൂ കൺസെപ്റ്റ്സ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ റൂൾ ചെയ്യുന്നത് തന്നെ പുതിയ കൺസെപ്റ്റ്സും പുതിയ ഐഡിയാസുമാണ്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഓരോ ഐഡിയാസും നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യേണ്ടിയിരിക്കും. അപ്പോൾ അതിനു വേണ്ടി എടുക്കുന്ന റിസർച്ച്, അതിനുവേണ്ടി എടുക്കുന്ന എഫേർട്ട്, ഒരുപാട് മേഖലകൾ നമ്മൾ അറ്റ് എ സിംഗിൾ ടൈം നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് വെരി വാല്യുബിൾ ഫോർ മീ ആസ് എ പേഴ്സൺ, ഫോർ മൈ സെൽഫ് ഡെവലപ്മെൻറ്റ്, ഫോർ മൈ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ഓൾസോ. ഞാൻ ഹാരിസ്&കോ അക്കാഡമിയിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഫസ്റ്റിലെ ഒരു സ്പെക്കാഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്പെക്കാഡിൽ നിന്നാണ് ശരിക്കും എനിക്ക് ഒരുപാട് എൻകറേജ്മെൻറ്റ് ഇവിടെ നിന്ന് കിട്ടി. സോ എനിക്കന്ന് മനസ്സിലായി ക്രിയേറ്റിവിറ്റി ഏത് എക്സ്റ്റെൻറ്റ് വരെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അത് കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഡേ ബൈ ഡേ ഞാൻ കൂടുതൽ സ്പെക്കാഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പുതിയതായിട്ട് ഞാനൊരു ആഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും, അല്ലെങ്കിൽ പുതിയതായിട്ട് ഏതെങ്കിലും ഒരു ക്രിയേറ്റീവ് അല്ലെങ്കിൽ ഒരു UGC ചെയ്യുന്ന സമയത്താണെങ്കിലും അതെനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ടു തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്, പുതിയ ഐഡിയാസ് കൊണ്ടുവരുന്നതിലാണെങ്കിലും ആ ഒരു ജേണി, ആ ഒരു പ്രോസസ്സ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഹാരിസ്&കോ അക്കാഡമിയിൽ ശരിക്കും പഠിക്കുകയായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടില്ല. വി ആർ ജസ്റ്റ് ഷെയറിങ് നോളജ്. ഒരു ഗ്രൂപ്പ് ഓഫ് എൻതൂസിയാസ്റ്റിക് പീപ്പിൾസ് ജോയിൻ ചെയ്തിട്ട് ഒരുപാട് നോളജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഇപ്പം ഞാൻ അവരോട് വർക്ക് ചെയ്യുമ്പോഴും അന്നിവിടെ പഠിക്കുന്ന സമയത്തും കുറേ നോളജ് ഷെയർ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എൻകറേജ്മെൻറ്റ് എന്ത് ചെയ്താലും നമ്മളെ കൂടുതൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എൻകറേജ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും നമ്മൾ ചെയ്യുന്ന വർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് തോന്നത്തില്ല. ഈവൻ അത് ലിങ്ക്ഡിനിൽ നമ്മളിടുന്നൊരു പോസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നൊരു സ്റ്റോറി ആണെങ്കിലും ആരെങ്കിലും നമ്മളെ നോട്ടീസ് ചെയ്യുന്നുണ്ടാവും, ആരെങ്കിലും അതിനെപ്പറ്റി സംസാരിക്കും നമ്മളോട്. ഈവൻ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയും നമുക്ക് അതിൻ്റെ അകത്തൊരു എന്തെങ്കിലും ഒരു ഫാക്ടർ, ആരെങ്കിലും നമ്മളെ കണ്ടിട്ട് നമ്മൾ ഈവൻ അത് കൂടുതൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ എൻകറേജ് ചെയ്യും. അതിൻ്റെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഐ കെപ്റ്റ് ഡൂയിങ് ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഒരിക്കലും ഇവിടെ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്തോ എനിക്ക് ഒരിക്കലും ഞാൻ വർക്ക് ചെയ്യുന്നൊരു ഫീലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ദിവസം പോകുന്നത് തന്നെ ഞാൻ അറിയാറില്ല. എനിക്ക് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് താല്പര്യം. ഞാൻ എന്താണ് എൻ്റെ ലൈഫിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതോ അത് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഡെയിലി ഞാൻ ചെയ്യുന്ന വർക്കിൽ ഞാൻ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആയി പോവുകയാണ്. ടൈം പോകുന്നതിനെ പറ്റി ഞാൻ അറിയാറേ ഇല്ല. കംപ്ലീറ്റ്ലി വർക്ക് ഓറിയൻറ്റഡ് ആയിട്ട് ഇരിക്കുന്നതിനെക്കാട്ടിലും ഓരോ ദിവസവും ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുമായിരുന്നു. അതായത് നമ്മളുടെ ഓരോ കുഞ്ഞ് അച്ചീവ്മെൻറ്റ്സും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമായിരുന്നു. അതേപോലെ ഉണ്ടാക്കുന്ന ഓരോ ക്രിയേറ്റീവ്സ് ആണെങ്കിലും കൊണ്ടുവരുന്ന ഓരോ ക്രിയേറ്റീവ് ഐഡിയാസ് ആണെങ്കിലും നമ്മളിവിടെ സെലിബ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ കൾച്ചർ തന്നെ അങ്ങനെയാണ്. എന്തും ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. അതേപോലെ തന്നെ ഞങ്ങളിവിടെ SEO റാങ്ക് ചെയ്ത സമയത്തും, അതേപോലെ സ്മോൾ ബിസിനസ് പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് നമ്മൾ ബിസിനസ് പിച്ച് ചെയ്ത സമയത്ത് തന്നെ അത് തന്നെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുകയാണ് ഇവിടെ ഉണ്ടായത്. ഒരുപാട് എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഹാരിസ്&കോ അക്കാഡമി ഒരു പുതിയ വഴിത്തിരിവ് ജീവിതത്തിൽ അന്വേഷിക്കുന്ന
ഒരു പുതിയ ടേൺ ഓവർ ലൈഫിൽ അന്വേഷിക്കുന്ന നോളജ് എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ആർക്കും ഞാൻ ഹാരിസ്&Co അക്കാഡമി സജസ്റ്റ് ചെയ്യും. കാരണം ഡെഫിനറ്റ്ലി ഇതൊരു ഗ്രോയിങ് സ്പേസ് ആണ്. നമുക്ക് എന്തും സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാം. ബട്ട് ഹീ ഓർ ഷീ ഷുഡ് ബി ഡെഫിനറ്റ്ലി പാഷനേറ്റ് അബൌട്ട് ഡൂയിങ് എവറിത്തിങ്. എന്ത് ചെയ്താലും അതിലൊരു പാഷൻ കണ്ടെത്താൻ കഴിയുന്ന ആർക്കും ഞാൻ ഹാരിസ്&Co അക്കാഡമി സജസ്റ്റ് ചെയ്യും.